ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് വേണു മഞ്ഞ ആൻഡ് യു വാച്ചിങ് നാച്ചുറാലി. അപ്പോൾ ഇന്ന് ഞാൻ വന്ദേ ഭാരതിലിരുന്നിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. ഞാൻ എൻ്റെ ഫസ്റ്റ് വന്ദേ ഭാരത് ട്രിപ്പാണ്. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് മാംഗ്ലൂരിലേക്കാണ്. മംഗലാപുരം, മാംഗ്ലൂരിനേക്കാൾ മംഗലാപുരം എന്ന് പറഞ്ഞാലായിരിക്കും അറിയാവുന്ന. കുറേ ഡിസ്റ്റർബൻസ് ഉണ്ട്, കുഴപ്പമില്ല. അതെ ഗൈസ്, അവരെനിക്ക് ഇൻട്രോ എടുക്കാൻ പോലും സമ്മതിച്ചില്ല. അപ്പോൾ ഇൻട്രോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് വിഷ്വൽസ് എടുത്തായിരുന്നു. അതൊക്കെ നമുക്കൊന്ന് കാണാം. അതിൽ തന്നെ നമ്മളൊരു ബസ്സിലാണ് എല്ലാവരും കൂടി പോയത്. പിന്നെ ഒരു കാര്യം, നമ്മളെല്ലാവരും കൂടി അമ്പലങ്ങളിലേക്കാട്ടോ പോകുന്നത്. മഞ്ചേശ്വരത്തുള്ള അമ്പലങ്ങളിൽ, വൃന്ദാവനങ്ങളിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആര്യാസിൽ ചായ കുടിക്കാൻ നിർത്തിയെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഓർഡർ ചെയ്തിട്ട് വണ്ടിയിലേക്കാണ് കൊണ്ടുവന്ന് തന്നത്. അതുകഴിഞ്ഞ് നമ്മൾ എടപ്പള്ളി വഴി ഇനി സദേൺ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് വന്ദേ ഭാരതിൽ നേരെ സ്ട്രെയിറ്റ് മാംഗ്ലൂരിലേക്കാണ്. അങ്ങനെ നമ്മൾ സദേൺ ജംഗ്ഷൻ, എറണാകുളം സദേൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്ദേ ഭാരത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വരും അല്ലേ? നമ്മൾ മാത്രമാണ് ഇവിടെ, ബാക്കിയുള്ളവരെല്ലാം അവിടെയാണ്. നമ്മൾ ലാസ്റ്റാണ് ബുക്ക് ചെയ്തത്, അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഈ അറ്റത്തായിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ 4 പേരാണ് ഞങ്ങളുള്ളത് ഇവിടെ, ബാക്കിയുള്ളവരും അവിടെയാണ്. അപ്പോൾ നമ്മൾ 4 പേരുമാണ് ഇവിടെ. അപ്പോൾ വണ്ടിയിലിരുന്ന് ഒരു ചെറുതായിട്ടൊന്ന് ഉറങ്ങിയൊക്കെ ചെയ്തു, അതാണ് ഇങ്ങനെ ഇരിക്കണേ. നന്നായിട്ട് ഉറങ്ങി കേട്ടോ. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞു. നമുക്ക് ട്രെയിൻ ഒരു ലേറ്റാണ്, അപ്പോൾ ഒരു 6:45 ആകുമ്പോഴേ ട്രെയിൻ എത്തുള്ളൂ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, വേഗം എത്തുമായിരിക്കും അല്ലേ? അങ്ങനെ ഏകദേശം നമ്മൾ വിചാരിച്ച സമയത്ത് തന്നെ വന്ദേ ഭാരത് എത്തിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്ദേ ഭാരതിൽ കയറിയിട്ട് സ്ട്രെയിറ്റ് മാംഗ്ലൂരിലേക്ക് പോയി. അതിനകത്തുള്ളിൽ കയറിയിട്ട് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല ഗൈസ്. അങ്ങനെ നമ്മൾ കയറി, വന്ദേ ഭാരതി കയറി. ഇപ്പോൾ വേഗിത ജോലി. അപ്പം കറക്റ്റ് ഫ്ലൈറ്റ് പോലെ ആയിരിക്കുന്നത്. ഫ്ലൈറ്റ് അങ്ങനെയല്ല, കുറേ ഫ്ലൈറ്റുകൾ കൂട്ടി വെച്ച പോലെ ഫ്ലൈറ്റിലെ സീറ്റിങ്സ് കാര്യങ്ങൾ പോലെ തന്നെയാണ്. പിന്നെ അപ്പുറത്തെ സൈഡിൽ 2 സീറ്റേ ഉള്ളൂ, ഇപ്പുറത്തെ സൈഡിൽ 3 സീറ്റ്, അങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ ഫുൾ AC. പിന്നെ ഇവിടെ സീറ്റ് ചായ്ക്കാനും നേരെയാക്കാനൊക്കെ ആയിട്ടുള്ള സംഭവമുണ്ട്, കഴിക്കാനുണ്ട് എല്ലാം. പക്ഷേ ഫ്ലൈറ്റിൽ അങ്ങനെയുള്ളൊരു സൗകര്യമില്ല. ഇതിനകത്ത് അങ്ങനെയുള്ളൊരു സൗകര്യം പറയാൻ പാടില്ല. സെറ്റായി. ഇവിടെ ഒരു ബട്ടണുണ്ട്, അതൊന്നും ഞെക്കിയാൽ മതി. പിന്നെ ചാർജിങ്ങിന് സ്പേസ്. ഇനി നമുക്ക് വൈഫൈ കിട്ടുമെന്ന് ട്രൈ ചെയ്യാം. ഇനി നമുക്ക് വന്ദേ ഭാരതിലെ ഫുഡിനെ പറ്റി സംസാരിക്കാം. ഫുഡിനെ പറ്റിയാണെങ്കിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് ഒരു വാട്ടർ ബോട്ടിൽ കിട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരു ട്രെയിൽ നിറയെ ഫുഡായിട്ട് വന്നു. പിന്നെ ഞാനൊരു വാട്ട് ഐ ഈറ്റ് ഇൻ മൈ ഫസ്റ്റ് വന്ദേ ഭാരത് ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് കിട്ടിയതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ഫുഡായിരുന്നു ഗൈസ്, എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ആകെ ഞാൻ ആ പരിപ്പേറി മാത്രം കഴിച്ചില്ല, കാരണം പരിപ്പേറിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ പരിപ്പേറി കഴിച്ചവർക്കെല്ലാം ഗ്യാസ് വന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു, എന്നാലും ഞാൻ കഴിച്ചില്ല. അതുകൊണ്ട് എനിക്ക് ദൈവം സഹായിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിശപ്പുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഒന്നും തന്നെ ബാക്കി വയ്ക്കാണ്ട് ഒരു ചപ്പാത്തി മാത്രം ബാക്കി വെച്ച് ബാക്കിയെല്ലാം ഞാൻ കഴിച്ചു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എല്ലാം കൂടെ അടിപൊളിയായിരുന്നു ഗൈസ്. വന്ദേ ഭാരത് ട്രിപ്പ് ഐ റിയലി എൻജോയ്ഡ്. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാവരുടെയും കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. ഫുള്ള് കഴിഞ്ഞു ഗൈസ്. ശരിക്കും നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല. നമ്മൾ 12:30 എത്തേണ്ടതാണ്. ഇപ്പോൾ 12:15 ആയിട്ടുള്ളൂ. പക്ഷേ ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇപ്പം എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ 12:15 പക്ഷേ നമ്മൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ 12:30 നമ്മൾ മാംഗ്ലൂർ എത്തുമോ? അത്രേ ഉള്ളോ? അത്ര ഉണ്ടാവില്ല, ഇനിയും ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ഇതൊക്കെ കിടന്ന് ഉറങ്ങി. എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ കുറേ നേരം ഗെയിമൊക്കെ കളിച്ചിരുന്നു, പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല ഗൈസ്. അപ്പോൾ ഞാൻ വെറുതെ കിടക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്തിട്ടേ ഇല്ല. മറ്റേ
ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ വെറുതെ എടുത്തത്. ഗൈസ്, നമ്മൾ വിചാരിച്ച പോലെയല്ല, പറഞ്ഞ ടൈമിന് തന്നെ റെയിൽവേക്കാർ എത്തിച്ചിട്ടുണ്ട് കേട്ടോ മാംഗ്ലൂർ. എനിക്കറിയാൻ പാടില്ലായിരുന്നു ഇത്ര അടുത്ത് തന്നെയാണ് മാംഗ്ലൂരിന്ന്. ഞാൻ വിചാരിച്ചിരുന്നത് കുറച്ച് കാസർഗോഡൊക്കെ കഴിഞ്ഞ് കുറേ പോകണമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ വേഗം എത്തി കേട്ടോ. ഞാൻ റൂമിൽ ജസ്റ്റ് കയറിയിട്ടേ ഉള്ളൂ, അവരാരും വന്നിട്ടില്ല, ഞാനാണ് ഫസ്റ്റ് വന്നത്. അപ്പോൾ വരുമ്പോൾ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു, ഞാൻ നിങ്ങൾക്ക് വെറുതെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെ ആയിട്ടാണ് ഡോറ്, 206 ആട്ടോ ഞങ്ങളുടെ നമ്പർ. ശരി, 206. കയറി വരുമ്പോൾ നേരെ തന്നെ ഇവിടെ ടോയ്ലറ്റാണ്. ഒരു മിഡിലായിട്ടുള്ളൊരു നമുക്ക് രാത്രിയിലത്തേക്ക് മാത്രമാണല്ലോ, അപ്പോൾ അതിന് പറ്റൊരു ചെറിയ റൂം. നല്ല രസമുണ്ട്, വലിയ ആഡംബരം കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല രസമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ ആട്ടോ ഡോറ്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ടോയ്ലറ്റ്, അത് കഴിയുമ്പോൾ ഇങ്ങാടേക്കാണ്. ഇവിടെ ആയിട്ട് നമുക്ക് ബെഡ് ഉണ്ട് കേട്ടോ. ഇവിടെ മെഡിമിക്സിൻ്റെ കുഞ്ഞു ഷേപ്പ്, തോർത്ത്, നമ്മുടെ എന്താണ് ബ്ലാങ്കറ്റ്, ഈ സംഭവം ഇവിടെയും ഉണ്ട്. 2 ബെഡ് ഒന്നാക്കിയിട്ടേക്കുന്നു. അവിടെ ഫോണുണ്ട് കേട്ടോ. ഞാനൊന്നും നോക്കിയിട്ടില്ല, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, കണ്ണടയുണ്ട്, കണ്ണട. ഓക്കെ, അപ്പോൾ കണ്ണടയുണ്ട്, ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്കൊരു വലിയ സ്പേസ് വരുന്നുണ്ട്. അവിടെ മൊത്തം കർട്ടൻസ് ആണ്, അത് ഞാൻ മാറ്റി നോക്കട്ടെ. ഇവിടെ ഒരു ചെറിയ ടേബിള്, 2 കസേര, ഒരു പേരിനിട്ടിട്ടുണ്ട്. ഞാൻ മാറ്റി നോക്കട്ടെ. പ്രത്യേകിച്ചൊന്നും കാണില്ല അപ്പുറത്തെ ഇതിൻ്റെ ഫ്ലാറ്റോ എന്താ സംഭവത്തിൻ്റെ AC കാണുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ ടോയ്ലറ്റിൻ്റെയും പിന്നെ ഈ വാതിലിൻ്റെയും നടുക്കായിട്ട് ഇവിടെ ആയിട്ടൊരു കബോർഡ് സ്പേസ് വരുന്നുണ്ട്, ഒരു ഹാങ്ങറും തൂക്കിയിട്ടിട്ടും. അത്രയാണ് ഇത്. പക്ഷേ ഞാൻ നിങ്ങളിവിടെയാണ് കാണുന്നത് ഇത്, പക്ഷെ ഞാൻ എന്താ പറയുക, കണ്ടപ്പോൾ എനിക്ക് ഓക്കെ നന്നായിട്ടുണ്ട് എന്ന് തോന്നി. ഈ ഒരു 2nd ഫ്ലോറിലാണ് ഇപ്പോൾ ഞാനുള്ളത്. 2nd ഫ്ലോറിൽ ആരുമില്ല ഗൈസ്, ഞാൻ മാത്രമാണ് വന്നിരിക്കുന്നത്. വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ കയറി വന്നപ്പോൾ മിക്ക റൂമുകളും താഴിട്ട് പൂട്ടിയേക്കാണ്. എന്നെ ഇവിടെ ഇറക്കി വിട്ടുകൊണ്ട് ബാക്കിയുള്ളവർ 3rd ഫ്ലോറിലേക്ക് പോയി. എൻ്റെ അമ്മയൊക്കെ വന്നിട്ടില്ല, എൻ്റെ അമ്മയൊക്കെ താഴെ നിൽക്കുന്നുണ്ട്. ലിഫ്റ്റ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ കൂടെ ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആരുമില്ല, എനിക്ക് പേടിയാവുന്നുണ്ടായിരുന്നു. കാരണം ഫുള്ള് ലൈറ്റൊക്കെ ഓഫായിട്ട് പണ്ടാരെ സ്വിച്ചും എവിടെയാണെന്ന് കിട്ടുന്നുമില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ സെറ്റാക്കി. ആൻഡ് കറണ്ട് ചെറുതായിട്ടൊന്ന് പോയായിരുന്നു കേട്ടോ. നമ്മൾ താഴെ കീ വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കറണ്ട് പോയി. ആ സമയം കൊണ്ട് ഞാൻ ഈ മുടിയൊക്കെ പിന്നി, കാരണം വരുമ്പോൾ തന്നെ വെറുതെ കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഐ തിങ്ക് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടാണ്. അപ്പോൾ ടൈം ഇപ്പോൾ 1:20 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഇതേ റൂമിലേക്ക് എത്തി ഓക്കെ ആയത്. ഇനിയിപ്പോൾ കിടന്നുറങ്ങണം. രാവിലെ എണീറ്റ് നമ്മൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അപ്പോൾ ഇനി പറ്റുന്ന അടുത്തോളം ഞാൻ വീഡിയോ ഒക്കെ എടുക്കാം, ഇടുകയും ചെയ്യാം. പിന്നെ ഈ ഒരു മാംഗ്ലൂർ ട്രിപ്പിൻ്റെ വീഡിയോസ് ഇടാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നതല്ല, ഷോർട്സ് വല്ലതൊക്കെ ഇട്ടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ അച്ഛൻ്റെയും പിന്നെ കുറച്ച് പേരുടെയും നിൻ്റെ നല്ല രസമുണ്ട് കേൾക്കാനായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ദിസ് ഇസ് സേമിയ മല്ല ആൻഡ് യു വാച്ചിങ് നാച്ചുറലി സൈനിങ് ഓഫ്. അമ്മ ബായ് സാങ്ക് ജ്യോതിക്ക് എല്ലാവരും ഉറക്കത്തിലാണ്. ബായ്.